വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു കോണ്ടസ്റ്റിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയ റെസിപ്പി എന്താണെന്നും കൂടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു സമ്മാനം എനിക്ക് തന്നിട്ടുള്ളത് മഞ്ജു വാര്യർ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ ഒരു കോണ്ടസ്റ്റ് നടന്നത് കഴിഞ്ഞ ആഴ്ചയാണ്. ദുബായിലുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു കോണ്ടസ്റ്റ് നടന്നത്. ഇവർക്ക് ഖത്തറിൽ വേറെ ബ്രാഞ്ച് ഉണ്ട്. ദുബായിൽ ഇത് ആദ്യത്തെ ബ്രാഞ്ചാണ്. ബർദുബായിലാണ് ഇത് ഉള്ളത്. ഇതിൻ്റെ ഓപ്പണിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ഡെസേർട്ട് കോണ്ടസ്റ്റ് നടത്തിയത്. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അകത്തുള്ള ആംബിയൻസും ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒന്നാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇത് ഇനോഗ്രേഷൻ ഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. നമ്മളെല്ലാവരും മഞ്ജു വാര്യരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. ആക്ച്വലി ഇനോഗ്രേഷൻ്റെ തലേന്ന് തന്നെ ഈ ഒരു കോണ്ടസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ വിന്നർ ആരാന്നൊന്നും പറഞ്ഞിട്ടില്ല. വിന്നർ ഇനോഗ്രേഷൻ ഡേ ആണ് പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാ നമ്മളെല്ലാവരും കാത്തിരുന്ന് മഞ്ജു വാര്യർ വന്നിട്ടുണ്ട്. ജോവിയൽ ഇവൻറ്റ്സ് ആയിരുന്നു ഈ ഒരു പരിപാടി കോർഡിനേറ്റ് ചെയ്തത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. മഞ്ജു വാര്യർ വന്നു. റിബൺ കട്ടിങ്ങും കേക്ക് കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞു. കുറച്ചൊക്കെ സംസാരിച്ചു. നമ്മൾ 15 ആളായിരുന്നു ഉണ്ടായിരുന്നത് കണ്ടസ്റ്റൻ്റ് ആയിട്ട്. അപ്പോൾ നമ്മൾ 15 ആളെ കൂടെയും നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അതിൽ നിന്നാണ് എനിക്ക് ഒരു സമ്മാനം കിട്ടിയത്. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കുൽഫി പുഡിംഗ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൈസ് തരുന്ന ഫോട്ടോ കണ്ടപ്പോൾ തന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് എന്താ ഉണ്ടാക്കിയത്, റെസിപ്പി എന്തായിരുന്നു എന്നൊക്കെ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ആ റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചു. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വേണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. 1/2 ലിറ്റർ പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതായത് 2 കപ്പാണ്. ഇനി നമുക്കിത് തിളപ്പിച്ചിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് ആക്കിയിട്ടെടുക്കണം. അതായത് നേരെ പകുതി ആക്കിയിട്ടെടുക്കണം. അപ്പോൾ പാലൊക്കെ നല്ല തിക്കായിട്ട് നല്ല ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ അത് ഏകദേശം പകുതിയായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒന്നും കൂടി തിളയ്ക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് പാൽപ്പാടയൊക്കെ ഇതുപോലെ മുകളിൽ കാണാനായിട്ട് പറ്റും. ചൂട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ 2 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തിളച്ച് കുറുകിയിട്ടുള്ള പാലിലേക്ക് ഞാനിപ്പം കണ്ടൻസ് മിൽക്ക്, അതായത് മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മധുരം ഇനി കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയും ചേർക്കാം. ഞാനിപ്പം കുറഞ്ഞ മധുരമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പിസ്ത നുറുക്കിയതും ബദാം നുറുക്കിയതും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാര കൂട്ടിയിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ ഞാനിതിന് നല്ലൊരു കുൽഫി ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് സാഫ്രോൺ, അതായത് കുങ്കുമപ്പൂ കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പതയ്ക്കാനായിട്ട് വെക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ഫ്ലേവർ നമ്മുടെ ഈ മിൽക്കിലേക്ക് ഇൻഫ്യൂസ് ആവും. ഇത് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് കോൺഫ്ലോർ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പാൽ ഒഴിക്കുക. തണുത്ത പാലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ചൂടുള്ള പാൽ ഒഴിക്കരുത് കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് തിളയ്ക്കുന്ന പാലിൻ്റെ മിക്സ്ചറിലേക്ക് ചേർത്ത് കൊടുക്കാം. പാലിൻ്റെ മിക്സ്ചറിലേക്ക് ചേർക്കുന്ന സമയത്ത് തന്നെ അത് ഇളക്കിക്കൊണ്ട് വേണം ചേർക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് കട്ട പിടിക്കും. അതുകൊണ്ടാണ് ഈ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ്ചർ ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പാല് നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഇനി ഇതിനെ എക്സ്ട്രാ ക്രീമി ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം. ഇത് ചൂടാവുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും പാല് നല്ല തിക്കായിട്ട് വരുന്നത്. ഈ ഒരു സമയത്ത് നേരത്തെ നമ്മൾ കുതിരാനായിട്ട് വെച്ച ചൈന ഗ്രാസ് ഇല്ലേ, അതൊന്ന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പം 2 ഗ്രാം ചൈന ഗ്രാസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. 2 കപ്പ് പാല് കുറുക്കിയതിലേക്കാണ്. 2 കപ്പ് പാല് കുറുക്കിയിട്ട് ഞാൻ 1 കപ്പ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ മിൽക്കിൻ്റെ മിക്സ്ചറിലേക്ക് 2 നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. അതുപോലെ തന്നെ നമ്മൾ ഉരുക്കിയെടുത്തിട്ടുള്ള ചൈന ഗ്രാസും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇത്രേ പണിയുള്ളൂ. നമ്മുടെ പുഡിംഗ് മിക്സ്ചർ റെഡിയാണ്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് സെറ്റ് ആവാനായിട്ട് ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 2 ചെറിയ മണ്ണിൻ്റെ കപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു സിമ്പിൾ പുഡിംഗ് ആണ്, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. ഇനി നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള നട്ട്സ് ഉപയോഗിച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നന്നായിട്ട് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം.
ഈ ഒരു റെസിപ്പി അവർ അവരുടെ മെനുവിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് 3 റെസിപ്പി അവരെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തേർഡായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഒരു ചക്ക ചീസ് കേക്കിനായിരുന്നു. സെക്കൻഡ് ഉണ്ടായിരുന്നത് ഒരു റോസ് മിൽക്കിനെ കൊണ്ടുള്ള ഒരു ഡെസേർട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റെസിപ്പീസ് കഴിക്കണം എന്നുള്ളവർക്ക് ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിട്ട് കഴിക്കാവുന്നതാണ്. അവരുടെ ഫുഡൊക്കെ നല്ലതായിരുന്നു കേട്ടോ. അവർ നമുക്ക് വേണ്ടിയിട്ട് ഡിന്നറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഒരു കോണ്ടസ്റ്റ് ആയിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.